ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ബിഗ് ബോസ് സീസൺ 6 ഞായറാഴ്ച തുടക്കമായി. തന്റെ സമീപകാല ഹിറ്റായ മലൈക്കോട്ടെ വാലിബനിലെ സംഗീതത്തിന്റെ അകമ്പടിയോടെ ലാലേട്ടൻ എത്തി മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തി. ഇതിന് പിന്നാലെ ഒന്നാം സ്ഥാനത്തെത്തുന്ന ആൾക്ക് 50 ലക്ഷം രൂപ സമ്മാനവും പ്രഖ്യാപിച്ചു. മത്സരാർത്ഥികളെക്കുറിച്ച് കൂടുതൽ അറിയാം. സുരേഷ് മേനോൻ പ്രശസ്ത ഹിന്ദി നടനും ഹാസ്യ നടനും TV വ്യക്തിത്വവുമാണ് സുരേഷ് മേനോൻ. ഗ്രാൻഡ് മസ്തി, ഫിർ ഹേരാഫേരി, ദിൽ തോ പാഗൽ ഹേ തുടങ്ങിയ ജനപ്രിയ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും മോഹൻലാൽ ചിത്രമായ ഭ്രമരത്തിലെ ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനാകുന്നത്. ശരണ്യ ആനന്ദ് കുടുംബവിളക്കിലെ വേദികയായാണ് പ്രേക്ഷകർക്ക് ശരണ്യ ആനന്ദിന് കൂടുതൽ പരിചയം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് മോഡലിംഗ് രംഗത്തേക്ക് എത്തിയത്. ഡാൻസറും കൊറിയോഗ്രാഫറും കൂടിയായ ശരണ്യ മേജർ രവിയുടെ മോഹൻലാൽ ചിത്രം 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ നടിയായി അരങ്ങേറിയത്. പിന്നീട് അച്ചായൻസ്, ചങ്സ്, ആകാശഗംഗ 2, മാമാങ്കം, ഗരുഡൻ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. ഡാൻസിംഗ് സ്റ്റാർസ്, ഡാൻസ് കേരള ഡാൻസ് തുടങ്ങിയ റിയാലിറ്റി ഷോകളിലും ശ്രദ്ധിക്കപ്പെട്ടു. ഗുജറാത്തിലെ സൂററ്റിലാണ് ശരണ്യയുടെ ജനനം. അർജുൻ ശ്യാം മിസ്റ്റർ കേരള 2020 മത്സരത്തിന്റെ കിരീടം നേടിയ ജനപ്രിയ മോഡലാണ് അർജുൻ ശ്യാം. നിരവധി ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഫിറ്റ്നസ് ഫ്രീക്ക് ഒരു ദേശീയ കായിക താരം കൂടിയാണ്. നാഷണൽ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. നോറ മുസ്കാൻ എന്നറിയപ്പെടുന്ന ഷൈബൽ സാദത്ത് ഇൻസ്റ്റഗ്രാമിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും സൗന്ദര്യത്തെയും ജീവിതശൈലിയെയും കുറിച്ചുള്ള വീഡിയോകൾ പങ്കിടുന്നു. ഗബ്രി ജോസ് സംവിധായകൻ കമലിന്റെ പ്രണയമീനുകളുടെ കടൽ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് നടൻ ഗബ്രി ജോസ് ശ്രദ്ധ നേടിയത്. പിന്നീട് തട്ടുകട മുതൽ സെമിത്തേരി വരെ, ദി ഹോപ്പ് തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു. അരങ്ങേറ്റത്തിന് മുൻപ് കാര്യമായ അഭിനയ പഠനവും അദ്ദേഹം നടത്തിയിരുന്നു. ബോളിവുഡ് താരം അനുപം ഖേറാണ് ഗബ്രി ജോസിന്റെ അഭിനയ മേഖലയിലെ ഗുരു. എഞ്ചിനീയറിംഗിൽ നിന്നാണ് ബിരുദം നേടിയത്. റേഡിയോ ജോക്കിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്സര രത്നാകരൻ മലയാളം ടെലിവിഷനിലെ അറിയപ്പെടുന്ന മുഖങ്ങളിലൊന്നാണ്. നെഗറ്റീവ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിന് പേരുകേട്ട നടി. അടുത്തിടെ സാന്ത്വനം എന്ന സീരിയലിലെ ജയന്തി എന്ന കഥാപാത്രത്തിന് ഏറെ കയ്യടി നേടി. TV സീരിയൽ സംവിധായകനായ ആൽബി ഫ്രാൻസിസിനെയാണ് നടി വിവാഹം കഴിച്ചത്. ആദ്യ വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റിയും വിവാഹ ജീവിതം തകർന്നതിന് ശേഷമുള്ള നിലനിൽപ്പില്ലായ്മയുമാണ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖം എന്ന് നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അസി റോക്കി ടാറ്റു കലാകാരനും കിക്ക് ബോക്സിംഗ് ചാമ്പ്യനും മോഡലും ബൈക്ക് റൈഡറുമാണ് അസി റോക്കി. അസി സമീപകാലത്ത് വാർത്തകളിൽ ഇടം നേടുന്നത് മുൻ ബിഗ് ബോസ് താരവും നടിയുമായ അനു ജോസഫിലൂടെയാണ്. ബിഗ് ബോസിലേക്ക് തന്നെ അയച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് അസിയാണെന്ന് അനു പറഞ്ഞിരുന്നു. കൂടാതെ അനുവിന്റെ പുതിയ വീട് പണി നടത്തുന്നത് അസിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ഒരു വ്ലോഗ് വന്നപ്പോൾ നെഗറ്റീവ് കമന്റുകൾ ഒരുപാടെത്തിയിരുന്നു. ശ്രീരേഖ ശ്രീ ഗുരുവായൂരപ്പൻ, മിന്നുകെട്ട് പോലുള്ള TV സീരിയലുകളിൽ നിന്ന് തുടങ്ങി കാഴ്ച, വാർ ആൻഡ് ലവ് പോലുള്ള സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു. ഷെയ്ൻ നിഗം നായകനായ വെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിൽ ശ്രീരേഖ ആരാധകരെ അമ്പരപ്പിച്ചു. അതവർക്ക് മികച്ച സ്വഭാവ നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു. രതീഷ് കുമാർ ഹാസ്യ നടനും ഗായകനുമായ രതീഷ് കുമാർ വാൽക്കണ്ണാടി എന്ന പരിപാടിയുടെ അവതാരകനായാണ് പ്രേക്ഷകർക്ക് പരിചിതൻ. അദ്ദേഹത്തിന്റെ കാവേരി തുമ്പിൽ ഗാനം ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഉടനെ വൈറലായിരുന്നു. കാവേരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവേരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും. ജാൻമണി ദാസ് കേരളത്തിലെ ജനപ്രിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ജാൻമണി ദാസ്. LGBTQ കമ്മ്യൂണിറ്റിയെ ശാക്തീകരിക്കുന്നതിൽ മുൻനിരയിലുള്ള ഈ ട്രാൻസ് വുമൺ ഒരു ആസാം സ്വദേശിയാണ്. കേരളത്തിലെത്തിയിട്ട് 14 വർഷം. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിനു പുറമെ ഡാൻസർ കൂടിയാണ് ജാൻമണി. സത്രിയ, ഭരതനാട്യം എന്നിവയിൽ ബിരുദധാരിയുമാണ്. ശ്രീതു കൃഷ്ണ അമ്മയറിയാതെ എന്ന പരിപാടിയിലെ അലീന പീറ്റർ എന്ന കഥാപാത്രത്തിലൂടെയാണ് ശ്രീതു കൃഷ്ണ മലയാളം TVയിൽ ശ്രദ്ധേയായത്. തമിഴ് ഇൻഡസ്ട്രിയിലും സജീവമായ നടി കുങ്കുമച്ചെപ്പ് എന്ന മലയാളം ഷോയിലാണ് അവസാനമായി അതിഥി വേഷത്തിൽ എത്തിയത്.
കൊച്ചിയിൽ ജനിച്ച് ചെന്നൈയിൽ വളർന്ന ശ്രീതു നിരവധി തമിഴ് സീരിയലുകളിലും ഡാൻസ് റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തിരുന്നു. സിജോ ജോൺ ജനപ്രിയ യൂട്യൂബർമാരിൽ ഒരാളാണ് സിജോ ജോൺ. സിജോ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണ വീഡിയോകൾ ജനപ്രിയമാണ്. ആലുവയിൽ മുഖ്യമന്ത്രി വരുന്ന ദിവസം സമ്മേളന വേദിക്ക് അരികിലെ കടകളില് ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യും. ജാസ്മിൻ ജാഫർ ജനപ്രിയ ഇൻഫ്ലുവൻസറും ബ്യൂട്ടി വ്ളോഗറുമാണ്. ബ്യൂട്ടി ടിപ്സ് വീഡിയോകളുമായി അവർ യൂട്യൂബിൽ സജീവമാണ്. തന്റെ അടുത്ത സുഹൃത്തും വ്ളോഗറുമായിരുന്ന അസ്ലയുമായി അടുത്തിടെ ഉണ്ടായ വഴക്ക് യൂട്യൂബിൽ വൻ ചർച്ചയായിരുന്നു. ഋഷി കുമാർ D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഋഷി കുമാർ ടിവിയിൽ അരങ്ങേറ്റം കുറിച്ചത്. എന്നിരുന്നാലും ഉപ്പുമുളകും എന്ന സിറ്റ്കോമിലെ മുടിയൻ എന്ന വിഷ്ണു എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനാക്കിയത്. യമുന റാണി സിനിമകളിലും TV സീരിയലുകളിലുമായി യമുന റാണി നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മീശമാധവൻ, ഈ പട്ടണത്തിൽ ഭൂതം, വാർ ആൻഡ് ലവ് തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു. അനിയത്തിപ്രാവ് എന്ന സീരിയലിലാണ് അവസാനമായി വേഷമിട്ടത്. അൻസിബ ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു തുടക്കം. അതും ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു. എങ്കിലും ദൃശ്യത്തിലെ മോഹൻലാലിന്റെ മകളായി അഭിനയിച്ച കഥാപാത്രമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. അഭിനയം മാത്രമല്ല, ചില ജനപ്രിയ TV ഷോകളിൽ അവതാരകയായും അൻസിബ എത്തി. ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്നറിയപ്പെടുന്ന ഫിറ്റ്നസ് പരിശീലകനാണ് ജിൻഡോ. സെലിബ്രിറ്റികളായ ഹനാൻ, ഷെയ്ൻ നിഗം, രമ്യ പണിക്കർ, സാധിക വേണുഗോപാൽ തുടങ്ങിയവരുടെ പരിശീലകനായാണ് ഈ ബോഡി ബിൽഡർ ശ്രദ്ധ നേടിയത്. പാൻഡമിക് സമയത്ത് ഇദ്ദേഹത്തിന്റെ ഹോം വർക്കൗട്ട് വീഡിയോകൾ ശ്രദ്ധ നേടിയിരുന്നു. ഗോദ, പഞ്ചവർണ്ണ തത്ത എന്നീ സിനിമകളിലും അഭിനയിച്ചു. രശ്മിൻ ബായ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ രശ്മിൻ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളാണ്. രശ്മിൻ ബൈക്ക് റൈഡിങ്ങും ഇഷ്ടപ്പെടുന്നു. ഇതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു മത്സരാർത്ഥിയാണ് നിഷാന. വീട്ടമ്മയായ നിഷാനയെ ഫ്രീക്കത്തി വീട്ടമ്മ എന്നാണ് ജനങ്ങൾ വിളിക്കുന്നത്. ബൈക്ക് റൈഡും യാത്രകളും നിഷാന ഇഷ്ടപ്പെടുന്നു. രണ്ടുപേർക്കും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെന്നും ഇവരൊക്കെ മിനി സെലിബ്രിറ്റീസ് ആണെന്നും അതിനാൽ കോമണേഴ്സ് എന്ന ടാഗ് കൊടുക്കാൻ പറ്റില്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യ ക്യാപ്റ്റനായി അർജുൻ ശ്യാമിനെ തിരഞ്ഞെടുത്തു. ആദ്യ ദിവസം തന്നെ വാക്പോരും കയ്യേറ്റവും തുടങ്ങിക്കഴിഞ്ഞു. കാത്തിരുന്ന് കാണാം ആരാവും വിജയി എന്ന്.